നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു 5 വർഷത്തിനുള്ളിലുള്ള ബൈക്കാണെങ്കിൽ, അതല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഒരു കാറാണെങ്കിൽ, ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതായത് നിങ്ങളുടെ വാഹനം ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അത് ബൈക്കാണെങ്കിൽ 5 വർഷത്തെയും കാറാണെങ്കിൽ 3 വർഷത്തെയും ഇൻഷുറൻസോട് കൂടിയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷെ പലപ്പോഴും പലരുടെയും അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ പോളിസി എക്സ്പയർ ആവുന്നുണ്ട്. ഇത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. അതായത് നിങ്ങളുടെ വാഹനത്തിന് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വർഷത്തെ ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും ബാക്കി വരുന്ന 4 വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ്, അതൊരു ബൈക്കാണെങ്കിൽ. എന്നാൽ കാറാണെങ്കിൽ ഒരു വർഷത്തെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും ബാക്കി 2 വർഷത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓരോ വർഷം കഴിയും തോറും നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് എക്സ്പയർ ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് 3 വർഷത്തേക്കും 5 വർഷത്തേക്കുമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിന് ഒരു കവറേജ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും ആ വാഹനത്തിന് കവറേജ് നൽകുന്ന ഇൻഷുറൻസിന്റെ ഭാഗം പുതുക്കേണ്ടതായിട്ട് വരും. അതിനെ ഓൺ ഡാമേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഭാഗം പുതുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നിങ്ങൾക്ക് കിട്ടില്ല.